ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടീൻ ഫെയറീസ് ആൽബം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു എളുപ്പത്തിനുള്ള ഒരു ചിക്കൻ 65ൻ്റെ റെസിപ്പിയാണ്. വെളിയിൽ നല്ല ക്രിസ്പായിട്ടും അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ 65. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിട്ട് പോകും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്ത ചിക്കനാണ്. ഇതൊരു 200-250 ഗ്രാം ചിക്കൻ വരും. ഇനി ഇതിലോട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് പൊടികൾ, മസാലയ്ക്ക് ആവശ്യമായ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാകുമ്പോൾ നല്ല കളറുണ്ടാവും. അപ്പോൾ ആ കളറും ഉണ്ടായി, എരിവ് കുറവായിരിക്കും. അതുപോലെ തന്നെ ഗരം മസാല, അതുപോലെ തന്നെ പെരുംജീരകപ്പൊടി, ഇത് ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് പെപ്പർ പൗഡറാണ്. അപ്പോൾ ആ പെപ്പർ പൗഡറും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് ഉപ്പാണ്. അപ്പോൾ ഉപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കോൺഫ്ലവറിൻ്റെ പൊടിയാണ്. അപ്പോൾ അത് ഞാൻ ഒരു വലിയ സ്പൂണിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ലെമൺ ജ്യൂസ് സ്ക്യൂസ് ചെയ്ത് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കേർഡാണ്. കേർഡ് കുറച്ച് പുളി കുറവുള്ള കേർഡാണ്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് അതൊന്ന് മസാല എല്ലാം അതിലോട്ട് കോട്ട് ചെയ്ത്, ആ കോൺഫ്ലവറൊക്കെ അതിലോട്ട് കോട്ട് ചെയ്ത് നിൽക്കണം. ഫുൾ കോട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വെക്കാം. അതിൽ കൂടുതൽ 2 മണിക്കൂറൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കണം. അപ്പോൾ ഞാൻ അതവിടെ നിന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു പാൻ എടുക്കാം. പാനിലോട്ട് നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ സൺഫ്ലവർ ആണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഈ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതൊന്ന് എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ്റെ ഓരോ പീസസ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചൂട് നല്ലതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഇതിങ്ങനെ നല്ല ചൂടായി കിടക്കുമ്പോൾ എണ്ണ ഇങ്ങനെ ഒരു നല്ലൊരു ശബ്ദം വരും. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഷീന്നുള്ള ശബ്ദം. അപ്പോൾ ആ സമയത്താണ് നമ്മളിത് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഒരുപാട് ചിക്കൻ പീസസ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടിട്ട് കൊടുക്കരുത്. കാര്യം അത് ചിലപ്പം അതിൻ്റെ മസാലകളൊക്കെ ആ എണ്ണയിൽ പിടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ദൂരെയായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഒന്നൊന്നിനോട് ചേർന്ന് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കരുത്. അപ്പം നമുക്ക് എല്ലാ ചിക്കൻ പീസസും ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് 2-3 ബാച്ചായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ചിക്കനെ നമ്മൾ എടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു 2 മിനിറ്റ്സ് നമ്മൾ ചിക്കൻ അധികം അനക്കണ്ട. നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു 2 മിനിറ്റ്സിന് ശേഷം നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കളറൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒരു 10-12 മിനിറ്റോളം നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പിന്നെ നമ്മൾ ചെയ്യാൻ. എന്നിട്ട് തിരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ചിക്കൻ ഇങ്ങനെ റെഡി ആയിട്ട് വരുന്ന നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്, നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പതുക്കെ ഒന്ന് കോരി മാറ്റാം. നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു പീസായിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നത്. വലിയ പീസൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് വെന്ത് കിട്ടാൻ കുറച്ചൊരു സമയമെടുക്കും. അതുകൊണ്ടാണ് കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യുന്നത്. ചിക്കൻ 65 പൊതുവേ ചെറിയ പീസസ് ആണല്ലോ. അപ്പം ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇട്ട് കൊടുത്ത് അതിനകത്ത് 2 വലിയ കാലുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ ഇതിലോട്ട് മസാല ചേർത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചത് ഇവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനിയും നമ്മളിപ്പോൾ രണ്ടാമതിട്ട ബാച്ചും കൂടെ ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം അപ്പോൾ നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിലിട്ടാണ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ അതൊന്ന് കോരി മാറ്റി വെക്കാം. അപ്പോൾ നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതും നമുക്ക് കോരി മാറ്റി സൈഡിലോട്ട് വെക്കാം. ഇനി ആ എണ്ണ ഞാനതിൽ മാറ്റിയിട്ട് കുറച്ച് ഒരു സ്പൂണോളം എണ്ണ ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് വേണ്ടത്, ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി, കുറച്ച് വെളുത്തുള്ളി അതൊന്ന് ജസ്റ്റ് ഒന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിന് കുറച്ച് ലീഫ് അതായത് മല്ലിയിലയോ അതുപോലെ കറിവേപ്പിലയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ നല്ലതാണ്. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പതുക്കെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ വെറും ചിക്കൻ ഫ്രൈ കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഇതുപോലത്തെ രീതിയിലൊന്ന് ട്രൈ ചെയ്ത്
നോക്കി മക്കൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ നല്ലതാണ്. അതുപോലെ സൺഡേക്കും നമുക്ക് എല്ലാ ദിവസവും ചിക്കനൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇങ്ങനത്തെ ഒരു ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല കൊതി വരുന്നുണ്ടായിരിക്കും. നല്ല സൂപ്പർ ക്രഞ്ചി ആയിട്ടാണ് നമ്മൾ ചിക്കൻ ഇങ്ങനെ കാണുന്ന കണക്ക് അത്ര എരിവൊന്നുമില്ല. നമ്മളധികം സ്പൈസസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ 65ൻ്റെ റെസിപ്പിയാണ്. അപ്പം ഞാൻ കുറച്ച് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പം കുറച്ച് നെയ്ച്ചോറും എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ ചിക്കൻ 65 എടുത്തിട്ടുണ്ട്. നല്ല പുറത്ത് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഇതാണ്, അകത്തോട്ട് നല്ല ജ്യൂസിയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.